സ്ത്രീകളും കുറ്റകൃത്യങ്ങളും, സ്ത്രീകളിൽ വളർന്നു വരുന്ന കുറ്റവാസന, ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ചില പ്രമുഖർ എത്തിയിട്ടുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. സ്ത്രീകൾ ക്രൈം ചെയ്യുമ്പോൾ സമൂഹം കാണുന്നത് തീർച്ചയായിട്ടും അവരുടെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാറില്ല. അതെന്തുകൊണ്ട് ചെയ്തു, ഏത് സാഹചര്യമാണ് അവരെ അതിലേക്ക് നയിച്ചത് എന്നൊന്നും സമൂഹം വിചാരിക്കാറില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു അറ്റ് എ ടൈം ഒരു കുഞ്ഞു തെറ്റെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മുടെയൊക്കെ മുന്നിൽ ഓരോരോ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ തന്നെയുണ്ട്. അത്തരം കേസുകളിലൊക്കെ ഇനി എവിടെയും പോവാൻ വഴിയില്ല എന്നുള്ള രീതിയിലാണ് കാഴ്ചപ്പാടുകൾ. സമൂഹം നമ്മളോട് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഞാൻ ശരിക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും അവർ ചെയ്ത ആ ഒരു സമയത്തെ, ആ ഒരു നിമിഷത്തെ, ചിലപ്പോൾ ഒരു വളരെ കുറഞ്ഞൊരു നിമിഷമുണ്ടായ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമായിരിക്കാം അവരെ ഈ ഒരു വലിയ ക്രൈമിലേക്ക് കൊണ്ടെത്തിച്ചത്. സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ഇനിയും വളരെ സൗഭാഗ്യത്തോടെ ജീവിക്കണം, തൻ്റെ കാമുകനോടൊപ്പം ജീവിക്കണം എന്നങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് അങ്ങനെ ഇറങ്ങി തിരിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവരും ഒരേ തരക്കാരല്ല. സമൂഹത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയോട് പറയാനുള്ളത് അല്ലെങ്കിൽ ആവശ്യപ്പെടാനുള്ളത്, റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഏത് തെറ്റും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ബേസിക് ആയിട്ടുള്ളൊരു പാവത്വമുണ്ട്. അവർ സാഹചര്യമാണ് അതിലേക്ക് നയിക്കുന്നത്. ചിലപ്പോൾ ആഡംബരമായിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ മക്കളെയും കുടുംബത്തെയും നോക്കാനും പോറ്റാനും വളർത്താനും കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമായിരിക്കും, പണത്തോടുള്ള അമിതമായിട്ടുള്ള ആവേശമായിരിക്കാം, അങ്ങനെ പലതരത്തിലുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടും ഒരു നിമിഷം ചിന്തിച്ചിട്ട് ആ ഒരു ക്രൈം എന്തുകൊണ്ട് അവൾ ചെയ്തു എന്ന് ചിന്തിച്ചതിന് ശേഷം അവളോട് പെരുമാറിയാൽ, സമൂഹം പെരുമാറിയാൽ, ഒരുപക്ഷെ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ ഒരു സ്ത്രീയെ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത്തരത്തിൽ ക്രൈമിലേക്ക് എത്തിവരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡീവിയൻ്റ് ആക്ടിവിറ്റീസിൽ എത്തിവരുന്ന വ്യക്തികളുടെ പ്രായം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ് ചർച്ച ചെയ്ത് നിർത്തിയത് 30 തുടങ്ങി 45 വരെ എത്തുന്നവരെന്നുള്ളതാണ്. പക്ഷെ അതിന് മുമ്പത്തെ ഒരു കാലഘട്ടമുണ്ട്. മാഡം നേരത്തെ പറഞ്ഞതുപോലെ 20-25 കാലഘട്ടം, 18 വയസ്സ് താഴെയുള്ളവരുടെ കാലം. ഈ 20-25 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ ഉള്ള കാരണങ്ങളാവണമെന്നില്ല 30-45 എത്തുമ്പോൾ വരുന്നത്. പൊതുവിൽ ഈ 20 to 25 ബ്രാക്കറ്റിൽ വരുന്ന പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് എത്താനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അവർ ചെയ്യുന്ന പൊതുവായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റിയുടെ സ്വഭാവം എന്താണ്? നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ശരീരം വിട്ട് ജീവിക്കുന്ന സ്ത്രീകൾ ഇഷ്ടം. പൈസയ്ക്ക് വേണ്ടി ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെ വഴിയരികിൽ, ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വഴിയരികിൽ നിൽക്കും. ആരെങ്കിലും വരും, വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകും, കാര്യങ്ങൾ നടക്കും, തിരിച്ചു വിടുക. ആ ഒരു സ്വഭാവം നമ്മുടെ ബാംഗ്ലൂർ പോലത്തെ വലിയ സിറ്റികളുണ്ട്. കേരളത്തിൽ അത് ഇതുവരെയും കാണുന്നില്ല. കേരളത്തിൽ അനാശാസ പ്രവർത്തനങ്ങൾ ഒരു സ്ഥലം കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. ഇവർ നടത്തുക ഒരു സ്ഥലത്ത്, അങ്ങനെയാണ് കേരളത്തിൽ മിക്കവാറും കാണുന്നത്. ഈ അനാശാസ പ്രവർത്തനമാണ് കൂടുതൽ ഈ യങ് ഏജിൽ, അല്ലെങ്കിൽ മണി തട്ടിപ്പ്. അതായത് ഒരു ഓഫീസിൽ നല്ല യങ് ലേഡിയെ, അത് ബാക്കിൽ ആണുങ്ങൾ കാണും, യങ് ലേഡിയെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല ഡീസൻ്റ് ആയിട്ട് ഒരു ഓഫീസിലേക്ക് കയറ്റി തന്നു കഴിഞ്ഞാൽ ഇന്നടത്തേക്ക് പിരിവാണ്, അല്ലെങ്കിൽ ഇന്ന നിക്ഷേപമാണ് എന്ന് പറഞ്ഞ് ചെന്നെങ്കിൽ ഒരുവിധം ആണുങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ ആ നിക്ഷേപ തട്ടിപ്പ് നല്ലതുപോലെ നടക്കുന്നുണ്ട് ഈ കൊച്ചു കുട്ടികളുടെ. പിന്നെ ഇത് പ്രോസ്റ്റിറ്റ്യൂഷൻ പരിപാടി, ഇത് രണ്ടുമാണ് മെയിനായിട്ട്. കൊലപാതകമൊക്കെ കുറച്ചുകൂടെ സീനിയോറിറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും കൊലപാതകത്തിലേക്കും ഡ്രഗ്സ് ട്രാഫിക്കിങ്ങിലേക്കും ഒക്കെ പോകുന്നത്. പിന്നെ ആൽക്കഹോൾ വിൽക്കുക, അതുമൊക്കെ ഒരു 30 കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ് ചെയ്യുന്നത് മെയിൻലി ഇത്. പിന്നെ ഭിക്ഷാടനം ഒരു ഇതായിട്ട്, ഭിക്ഷാടനം പോലെ ആൾക്കാർ ചെന്നിട്ട് വീട്ടിൽ കയറി അവിടുന്ന് തട്ടിക്കുക, അതുമൊക്കെ ഈ ചെറിയ പെണ്ണുങ്ങൾ ചെയ്യുന്നതാണ്. അതാണ് മെയിനായിട്ട് കൊച്ചു പിള്ളേർ ചെയ്യുന്നത്. ജീവിക്കാൻ വേണ്ടിയുള്ള ഫ്രോഡ്, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഇത് മൂന്നുമാണ് മെയിനായിട്ട്. ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിന്റെ ഭാഗമായി അത് ചെയ്യുന്നതും ആ ഒരു പ്രായത്തിൽ ലക്ഷറിക്ക് വേണ്ടി ചെയ്യുന്നത് തമ്മിൽ രണ്ട് തരത്തിലുണ്ട്. യെസ്, ഡിഫറെന്റ്. ലക്ഷറിക്ക് വേണ്ടി ചെയ്യുന്ന ഉണ്ട്, ഇതില് കുറച്ച് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന നെസസിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നവരും. ഈ ഒരു ടീനേജിലൊക്കെ ചെയ്യുന്ന ക്രൈംസ് അല്ലെങ്കിൽ ഇത്തരത്തിലോട്ട് പോകുന്നൊരു ഡീവിയൻസ് എന്ന് പറഞ്ഞാൽ പിയർ പ്രഷറാണ്. കൂടെ പഠിക്കുന്നവരുടെ അല്ലെങ്കിൽ അവരുടെ സമപ്രായക്കാരുടെ ആ ഒരു പ്രഷറിൽ ആ വലയത്തിലേക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്നും വിട്ടുപോകും എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പോലെയുള്ള കാര്യങ്ങൾ എനിക്കും കിട്ടണം, അല്ലെങ്കിൽ അവരെന്നെ അതിൽ നിന്നും പുറത്താക്കി കളയും എന്നുള്ളൊരവസ്ഥയിലോട്ട് വരുമ്പോഴാണ് ഈ ടീനേജിലെ കൗമാരപ്രായ പിള്ളേർ ഇതിലേക്ക്, ഇത്തരം കാര്യങ്ങളിലേക്ക്, സമൂഹത്തിൽ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. മാഡം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, പിയർ പ്രഷർ എന്നുള്ളത്. കാരണം ആ ഒരു അഡോളസന്റ് കാലയളവിൽ മാതാപിതാക്കൾക്ക് കുട്ടികളിലുള്ള ഇൻഫ്ലുവൻസിനേക്കാൾ ചില സമയത്ത് സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസ് കൂടി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ സാധിക്കും? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തലത്തിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും ഇതിനോട് വളരെ അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് ഫാമിലി നന്നായി നല്ല ഇതാക്കുക, നല്ല കൺസേൺ ആക്കുക.
നല്ല ഒരു ജനാധിപത്യ സംവിധാനം ഫാമിലി കൊണ്ടുവരിക. അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക. അവരെ അറിയിക്കാൻ മക്കളെ അറിയാൻ അമ്മയും അച്ഛനും ശ്രമിക്കുക. അവർ തമ്മിലുള്ള ആശയവിനിമയം ഏറ്റവും ആരോഗ്യകരമാക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു സെക്യൂരിറ്റി ഫാമിലിയിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കൊള്ളരുതായ്മകളെക്കുറിച്ചും അതിനുണ്ടായ പോകുന്ന വശങ്ങളെക്കുറിച്ചും അമ്മമാർക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയോട് കൂടിയാണ് സുഹൃത്ത് വലയത്തിൽ എത്തിപ്പെടുന്ന കുട്ടികൾ. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു വശംവദരായ ഇങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടായാൽ കൂടിയും ഇതിന് അനന്തരഫലങ്ങൾ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്ര ദോഷവശങ്ങൾ ഞാൻ അതിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ധാരണ കൊണ്ട് ചിലപ്പോൾ മാറി നിന്നേക്കാം. അപ്പോൾ നമ്മുടെ പറഞ്ഞതുപോലെ ആത്യന്തികമായി നമ്മുടെ ഫാമിലി എത്രത്തോളം സ്ട്രോങ് ആക്കാൻ പറ്റുമോ അത് തന്നെയാണ് ഇതിനുള്ള ഒരു മരുന്ന്. എല്ലാം പൂർണ്ണമായി എന്നല്ല എങ്കിലും കൂടി കുറേയേറെ ഉണ്ടാകും.